റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറ് ഒപ്പമുണ്ട്. സാറ് കൂടി അന്വേഷിച്ച ഒരു കേസാണ്. ഈ പിടികിട്ടപ്പുള്ളിയായ സുകുമാരക്കുറുപ്പിന് എന്ത് സംഭവിച്ചുവെന്ന് വീണ്ടും അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. സുകുമാരക്കുറുപ്പിനെ കുറിച്ച് സാർ ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ കേസിനെ കുറിച്ച് അറിവുള്ള ആളാണ്. ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുൻപ് പ്രേക്ഷകർക്ക് സുകുമാരക്കുറുപ്പിനെ കുറിച്ച് ഒരു ചെറിയൊരു ആമുഖം നൽകാം. ഈ കേസിനെ കുറിച്ച് 42 വർഷം മുൻപാണ് സുകുമാരക്കുറുപ്പ് അബുദാബിയിൽ താൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഏകദേശം 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി NJ ചാക്കോ എന്ന യുവാവിനെ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തി കാറിലിട്ട് കത്തിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 1984 ജനുവരി 21 നാടിനെ നടുക്കിയ ആ ചാക്കോ വധം നടക്കുന്നത്. തൻ്റെ ശരീരത്തോട് സാമ്യമുള്ള ഒരു മൃതദേഹം കാറിലിട്ട് കത്തിച്ച് താൻ മരിച്ചുവെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനായിരുന്നു അന്ന് കുറുപ്പിൻ്റെ ലക്ഷ്യം. വിദേശത്തു നിന്നുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് ആലപ്പുഴ വണ്ടാനത്തെ ബംഗ്ലാവിൻ്റെ പണി പൂർത്തിയാക്കുകയായിരുന്നു ശരിക്കുമുള്ള സുകുമാരക്കുറുപ്പിൻ്റെ ഉദ്ദേശം. തന്നെപ്പോലെ രൂപസാമ്യമുള്ള ആളെ സുകുമാരക്കുറുപ്പും സംഘവും പലയിടത്തും തിരഞ്ഞു നടന്നു. തന്നെപ്പോലെയുള്ള ഒരു മൃതദേഹം കിട്ടുമോ എന്നും ഇവർ അന്വേഷിച്ചു. ഈ ശ്രമം ഒന്നും നടന്നില്ല. ഒടുവിലാണ് കരുവാറ്റയിലെ തിയേറ്ററിൽ നിന്ന് രാത്രി മടങ്ങുമ്പോൾ കുറുപ്പിൻ്റെ KLQ 783 എന്ന നമ്പറുള്ള കാറിൽ ലിഫ്റ്റ് ചോദിച്ച് ചാക്കോ കയറുന്നത്. സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ, സഹോദരി, ഭർത്താവ് ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ, ഗൾഫിലെ സഹപ്രവർത്തകൻ ചാവക്കാട് സ്വദേശി ഷാഹു എന്നിവരെല്ലാം ചേർന്ന് ഇയാളെ വകവരുത്തി. കൊലപാതകത്തിന് ശേഷം ചാക്കോയുടെ മൃതദേഹം കുറുപ്പിൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് നെൽപ്പാടത്തിനടുത്ത് വെച്ച് കാറിനുള്ളിലിട്ട് കത്തിച്ചു. എന്നാൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ഗ്ലൗസ് ആണ് പോലീസിനെ കൊലപാതകത്തിന്റെ സൂചനകളിലേക്ക് നയിക്കുന്നത്. കുറുപ്പിന്റെ സഹായികളായ ഭാസ്കരപിള്ള, പൊന്നപ്പൻ, ഷാഹു എന്നിവരെ ദിവസങ്ങൾക്കകം പോലീസ് പിടികൂടിയെങ്കിലും പ്രധാന പ്രതിയായ സുകുമാരക്കുറുപ്പ് അപ്പോഴേക്കും അപ്രത്യക്ഷനായിരുന്നു. രൂപമാറ്റം വരുത്തി ഉത്തരേന്ത്യയിൽ കഴിയുന്നുണ്ട് എന്നും വിദേശത്തേക്ക് കടന്നുവെന്നും തുടങ്ങി നിരവധി കഥകൾ കുറുപ്പിനെ പറ്റി അക്കാലത്ത് പ്രചരിച്ചിരുന്നതാണ്. പോലീസ് ഒരുപാട് അന്വേഷണം നടത്തി. പണ്ട് വ്യോമസേനയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് താൻ മരിച്ചുവെന്ന് വ്യാജരേഖയുണ്ടാക്കി നാട്ടിലേക്ക് കടന്ന ഒരു പാരമ്പര്യം കൂടി സുകുമാരക്കുറുപ്പിനുണ്ട്. അന്ന് ഗോപാലകൃഷ്ണ കുറുപ്പായിരുന്ന ഇയാൾ വ്യാജ പാസ്പോർട്ട് വഴിയാണ് സുകുമാരക്കുറുപ്പായി ഗൾഫിലേക്ക് പോയത് എന്ന ഒരു കഥ കൂടിയുണ്ട്. സാർ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഞാനിപ്പോൾ ജനറലായിട്ട് ആ സുകുമാരക്കുറുപ്പിൻ്റെ ഒരു കഥ ചെറുതായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. 42 വർഷം നീണ്ട ദുരൂഹതയാണ്. കുറുപ്പ് ശരിക്കും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകുമോ അതോ മരണപ്പെട്ട് കാണുമോ? കുറുപ്പ് എൻ്റെ അന്വേഷണത്തിൽ മരണപ്പെട്ടു പോയി. അത് മലയാളികൾ ആരും അംഗീകരിക്കത്തില്ല. ഇപ്പോഴും കുറുപ്പ് ഒളിവിലാണ് എന്ന് തന്നെയാണ് വിവരിക്കുന്നത്. അതുതന്നെയല്ല, കുറുപ്പിൻ്റെ പാസ്പോർട്ട് അനുസരിച്ച് അയാൾ ബോംബെ വെച്ച് അയാളുടെ ഭാര്യയെ കണ്ടെത്തി അവരുമായിട്ട് സ്നേഹം ആയി അവരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാൾ ഗൾഫിൽ പോകാൻ അവരെ കല്യാണം കഴിച്ചാൽ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് ആ പാസ്പോർട്ടിനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് 1946 വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് 3-4 വർഷം അവർ കുറച്ചാണ്, അല്ലെങ്കിൽ 4 വർഷത്തെ ബെനിഫിറ്റുടെ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിലുള്ളത് വെക്കാത്തത് എന്ന് അന്ന് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ 1946 കഴിഞ്ഞപ്പോൾ 80 കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ 84-85 വയസ്സെങ്കിലും കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അത്രയും പ്രായം ഉണ്ടേനെ, തീർച്ചയായിട്ടും കണ്ടേനെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കുറുപ്പ് യഥാർത്ഥത്തിൽ മരണപ്പെട്ടു പോയി. അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അയാൾ പൂനെയിൽ ഗൾഫിൽ നിന്ന് പട്ടാളത്തിൽ നിന്ന് വന്ന ശേഷം പൂനെയിൽ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ജോഷി എന്ന് പറഞ്ഞ ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറുടെ കൂടെയായിരുന്നു ഹോസ്പിറ്റലിലെ ഒരു സഹായിയായിട്ട് നിന്ന് കുറച്ച് മെഡിസിൻ്റെ കാര്യങ്ങൾ അതും ഇതൊക്കെ അറിയാം. അങ്ങനെ ആ സ്ത്രീയുടെ പേരാണ് ജോഷി. അതിനുശേഷം ഇയാൾ ഒളിവിൽ പോയ ശേഷം ഇയാളുടെ നാട്ടുകാരി ഒരു നഴ്സ് ബൊക്കാറയിലുണ്ടായിരുന്നു. അവിടുത്തെ ICU യൂണിറ്റിൽ ഇയാളെപ്പോലെ ഒരാളെ അവർ കണ്ടു. അവരൊന്നിച്ച് പഠിച്ചവരാണ്, നാട്ടുകാരാണ്, അടുത്തുള്ളവരാണ്. കുറുപ്പിൻ്റെ കഴുത്തിൻ്റെ ഇടതുവശത്തൊരു മറുകുണ്ട്. ചെറിയ മറുകല്ല, വലിയ മറുകാണ്. അപ്പോൾ ICU കിടക്കുന്ന ഇയാളെ കണ്ടപ്പോൾ സിവിയർ അറ്റാക്കാണ്, ആദ്യം ദിവസം ഒന്നും ജീവിക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അവർ
ഇയാളെ സംശയം തോന്നി. ഇയാൾ താടി മുടിയൊക്കെ നീട്ടി ഒരു സന്യാസി വേഷത്തിൽ തന്നെയാണ്. എങ്കിലും പേര് ജോഷി എന്നാണ്. കേസ് ഷീറ്റ് നോക്കിയപ്പം ജോഷി എന്നാണ് കിടക്കുന്നത്. പൂനെയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഇത് കുറുപ്പ് തന്നെയാണെന്ന് മനസ്സിലായി. ICUവിനകത്ത് ഇയാൾ പല ഹോസ്പിറ്റലിൽ ഇതുപോലെ കിടന്നിട്ടുണ്ട്. അവിടെ മലയാളി ശബ്ദമോ അല്ലെങ്കിൽ മലയാളികളാണെന്ന് തോന്നുന്ന ഏതെങ്കിലും നഴ്സുമാരെ കണ്ടാൽ അന്നേരം തന്നെ അവിടെ നിന്ന് മുങ്ങുന്ന സമയത്ത് ഇയാളെ ഹിസ്റ്ററി കേസ് ഷീറ്റ് എടുത്തുകൊണ്ടേ ഇയാൾ പോവുള്ളൂ. കാരണം ഇയാളെ സിവിയറായ ഹാർട്ട് അറ്റാക്കുള്ള ആളെ വീണ്ടും അത് പരിശോധിച്ച് കണ്ടുപിടിക്കുന്നതിലും നല്ലത് ആ പരിശോധന കണ്ടെത്തിയ ആ ഹിസ്റ്ററി, ആ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റുമായിട്ട് ഇയാൾ എല്ലായിടത്തും മുങ്ങുന്നത്. കാരണം ഇയാളെ അതിനുശേഷം കുറുപ്പിനെ പറ്റി ധാരാളം ആ കാലഘട്ടത്തിൽ എവിടെയൊക്കെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മലയാളികളുണ്ടോ അവിടെ നിന്നൊക്കെ ലെറ്ററായിട്ടോ ടെലഗ്രാമായിട്ടോ ഒക്കെ ധാരാളം ആയിരക്കണക്കിന് പേപ്പേഴ്സ് വരും. ഇതൊന്നും പോലീസിനൊന്നും നോക്കി തീർക്കാനേ പറ്റില്ല അന്നത്തെ കാലത്ത്. അങ്ങനെ മല പോലെ കിടക്കുന്നുണ്ട്. ഞാൻ രണ്ടാമത് ക്രൈംബ്രാഞ്ചിൽ വീണ്ടും വന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ. അന്ന് ഞാൻ ഇൻസ്പെക്ടറായിരിക്കുന്ന സമയത്താണ് ഈ കേസിൻ്റെ അന്വേഷണമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നിന്നത്. അന്ന് ചെങ്ങന്നൂർ DYSP ആയിരുന്ന ഹരിദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് SP ആയി റിട്ടയർ ചെയ്തു. അദ്ദേഹം അന്നത്തെ ചെങ്ങന്നൂർ DYSP ആണ്. തുടക്കത്തിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് കുറുപ്പല്ല മരിച്ചു കിടക്കുന്നതെന്നൊരു സംശയം അന്നേരം തോന്നി. അന്ന് ഞാൻ ഇൻസ്പെക്ടറാണ്, ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറാണ്. അന്ന് എൻ്റെ SP MP ബാലകൃഷ്ണൻ ഞാനും ആ സ്പോട്ടിൽ പോയി ഹരിദാസ് സാറുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ തുടക്കത്തിൽ തന്നെ ഇതൊരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നീടുള്ള അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് ടേക്ക് ഓവർ ചെയ്തു. കുറുപ്പിനെ പറ്റി വിവരമില്ല. ബാക്കിയുള്ളവരെയൊക്കെ ശിക്ഷ കഴിഞ്ഞു, അവരൊക്കെ വെളിയിൽ വരികയും ചെയ്തു. പക്ഷേ കുറുപ്പിനെ പറ്റി വീണ്ടും അന്വേഷണം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീണ്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ DYSP ആയിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ SIT തന്നെ തിരിച്ചു വന്നു. വീണ്ടും ആ കേസ് ഞാൻ തന്നെ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷണത്തിലാണ് കുറുപ്പിനെ ജോഷി എന്ന പേരിൽ കണ്ടെത്തിയതും ആ കുറുപ്പ് മരണപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായി. ആ കേസ് ഡയറി ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ വെച്ച് ക്ലോസ് ചെയ്തിട്ട് പോകുന്നതാണ്. കാരണം ലാസ്റ്റ് കുറുപ്പിനെ പറ്റി അന്വേഷിച്ച ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ഒരു DYSP ഉണ്ടായിരുന്നു, എൻ്റെ ബാച്ച്മേറ്റാണ്. ഗോവിന്ദൻകുട്ടിയും പിന്നെ ഒരു SIയും ഒരു ASIയുമാണ് ലാസ്റ്റ് ഇയാളെ കണ്ടെത്താനും ഇത് ജോഷിയാണ് കുറുപ്പെന്ന് പറഞ്ഞ് നടക്കുന്ന ആളെന്നൊക്കെ തീർച്ചപ്പെടുത്തിയത് അവരുടെ അന്വേഷണത്തിലാണ്. അതിനുശേഷം കുറുപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന രാജഗോപാൽ എന്ന് പറഞ്ഞ ഒരു SIയും മാധവൻ നായർ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനും. അതിൽ മാധവൻ നായർ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല പ്രായമായിട്ടുണ്ടാവും അവർ. അവരാണ് അവസാനമായിട്ട് ഇയാളെ കാണുന്നത്. ഒരു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. അതിന് ഇയാൾ അവശനിലയിലാണ്. ഡോക്ടറെ കണ്ടപ്പം ഈ ജോഷി എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ടു പോകും, 24 മണിക്കൂറിനുള്ളിൽ സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ 2-3 ദിവസം പോകും എന്നാണ്. എന്തായാലും ഇയാളെ ജോഷിയെ കണ്ടെത്തിയപ്പം അവർ ജോഷിയുടെ തൊട്ട് ICUവിൻ്റെ ICU യൂണിറ്റിൽ അന്നേരം കിടന്നത് ഇയാളെ ICUവിൽ നിന്ന് മാറ്റി ജനറൽ വാർഡിലാണ്. അതിന് തൊട്ടിപ്പുറത്ത് ഒരു ബെഡിൽ അവിടുത്തെ പോലീസ് സഹായത്തോടുകൂടി അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ സഹായത്തോടുകൂടി തൊട്ടിപ്പുറത്ത് ഒരു ബെഡ് കാലിയാക്കിയിട്ട് അവിടെ ഈ മാധവൻ നായർ കിടന്നു എന്നാണ്. നേരം വെളുത്ത് കഴിഞ്ഞപ്പം അയാൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. അയാൾ വളരെയധികം മലയാളികൾ ആരെങ്കിലും അടുത്ത് വന്നാൽ കാണത്തില്ല. അവിടുന്ന് ഇറങ്ങിപ്പോയി അയാൾ രാത്രിയിൽ. പക്ഷേ ഇയാൾ ഉറങ്ങിപ്പോയി മാധവൻ നായർ. പിന്നീട് അയാൾ റോഡ് വരാന്തേ കിടന്ന് മരണപ്പെട്ടു എന്നാണ് അവർ കണ്ടത്. ആ വിവരങ്ങളൊക്കെ ഇവിടെ വന്ന് റിപ്പോർട്ടായിട്ട് തന്നെ കേസ് ഡയറിയിലുണ്ട്. ആൾ മരണപ്പെട്ടിരിക്കുന്നു. സുകുമാരക്കുറുപ്പെന്ന് പറഞ്ഞ വ്യക്തി ജോഷി എന്ന പേരിലാണ് കഴിഞ്ഞ ആ സംഭവത്തിന് ശേഷം 2ാമത്തെ വർഷത്തോളം അയാൾ സിവിയർ അറ്റാക്ക് വന്നു. അയാൾക്ക് പൈസയില്ല, സ്വാമിയായിട്ട് നടക്കുകയാണ്, കാവ്യ വേഷത്തിൽ തന്നെയാണ്, താടി മുടിയൊക്കെ നീട്ടി. പക്ഷേ എവിടെ ചെന്നാലും ജോഷി ട്രെയിനിലാണ് യാത്ര. അതിൻ്റെ കാരണം ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ പോകും, സന്യാസിയായിട്ടിരിക്കും. ട്രെയിന് ഈ ഓരോ സ്റ്റേറ്റിൻ്റെയും കൂടുതലും അയാൾ സഞ്ചരിച്ചിരിക്കുന്നത് ഞങ്ങൾ 10-12 ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരിക്കുന്നു ജോഷി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട്. അത് മധ്യപ്രദേശ്, ബീഹാർ, ഒറീസ, പിന്നെ ബംഗാൾ,
ഈ 4 സ്റ്റേറ്റിലാണ് കൂടുതലും ജോഷി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നത് കാണപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ റെക്കോർഡുകളും ഞങ്ങൾ അന്ന് എടുത്തിട്ടുണ്ട്. സാറ് പറഞ്ഞു സാറാണ് അവസാനമായിട്ട് ഈ കേസ് ക്ലോസ് ചെയ്യുന്നത് ജോഷി എന്ന പേരിൽ സുകുമാരക്കുറുപ്പ് മരണപ്പെട്ടു എന്ന് എഴുതി വെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ 1984 നടന്ന സംഭവം ഇപ്പോഴും അതിൻ്റെ ദുരൂഹത കത്തി നിൽക്കുന്നു. ഈ മരിച്ച വ്യക്തി കുറുപ്പ് മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ ദുരൂഹത ഇപ്പോഴും മാറാത്തത്? മലയാളികൾ ഒരിക്കലും കുറുപ്പ് മരിച്ചെന്ന് വിശ്വസിക്കില്ല. അങ്ങനെ ഒരു പ്രഹേളിയാണത്. അത് മലയാളിയുടെ ഒരു ബേസിക്കായിട്ടുള്ള സ്വഭാവം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പല ചർച്ചകളിലും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ കാലഘട്ടത്തിൽ ഇത് സജീവമായി നിലനിൽക്കേണ്ട ഒരു ആവശ്യം ചില IPS ഓഫീസർമാർക്ക്, സീനിയർ പോലീസ് ഓഫീസർമാർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം കുറുപ്പ് ഗൾഫിലുണ്ടെന്ന് പറഞ്ഞ് ഇവർക്ക് താല്പര്യമുള്ള ഒരാളോട് പറഞ്ഞ് അവിടുന്ന് ഒരു ലെറ്റർ ഇങ്ങോട്ട് വരും. അന്നത്തെ കാലത്ത് ലെറ്ററാണ്. കുറുപ്പിന് ഇവിടെ ഉണ്ട്, ഇന്നടത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരു IPS ഓഫീസറും വേറെ ഒരു സുഹൃത്തൂടെ അന്വേഷിക്കാൻ അങ്ങ് പോകും. ഇന്നത്തെ പോലെ വിദേശയാത്രയൊന്നും അന്ന് പറ്റില്ല. സർക്കാർ ചെലവിൽ വിദേശയാത്ര നടത്താനുള്ളൊരവസരം കുറുപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഹോം മിനിസ്ട്രി അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എതിർപ്പ് പറയൽ ഉടനെ പോയി ഒന്ന് നോക്കാൻ പറയും. കാരണം അത്ര സെൻസേഷണൽ കേസാണ്. അങ്ങനെ കുറുപ്പിനെ മരണമില്ലാത്ത ഒരാളായിട്ട് നിർത്തേണ്ട ഒരു ആവശ്യം കുറേ നാൾ വരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ സാർ അങ്ങനെ പറയുമ്പോഴേ പോലീസ് ഉദ്യോഗസ്ഥരാണ് പോയിട്ട് അത് കുറുപ്പാണെന്ന് സ്ഥിരീകരിക്കുന്നതും അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്നതും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പോലീസുകാരെ പോലും വിശ്വാസമില്ലേ? അല്ല, അതിനകത്ത് കാരണം കുറുപ്പിനെ ആ ബോഡി കൊണ്ടുവന്നെങ്കിലല്ലേ പറ്റുള്ളൂ. അന്നത്തെ കാലത്ത് ട്രെയിനിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോകുന്നതിന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഒരു പണത്തിന് വേറൊരു മാർഗ്ഗമില്ല. വളരെ ലോ ആയിട്ട് ആ ഒരു കാലഘട്ടം ഇപ്പോഴത്തെ പോലെ അല്ല. ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഫ്ലൈറ്റിലൊക്കെ പോകാം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്. സാമ്പത്തികമുണ്ട്, ശമ്പളം വലിയ വ്യത്യാസമുണ്ട്. അന്നത്തെ കാലത്ത് 600, 700, 1000 രൂപ, 1200 രൂപ ശമ്പളം വാങ്ങുന്നവരേ ഉള്ളൂ. അപ്പോൾ ഒരു ട്രെയിൻ യാത്രയ്ക്ക് അഡ്വാൻസ് പൈസ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. കാരണം പൈസയില്ല, ആരുടെയും സ്വന്തം കയ്യിലും കാശില്ല. പിന്നെ സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള കാലത്ത് അവിടെ പോയി ലോഡ്ജിലൊക്കെ താമസിക്കാൻ പറഞ്ഞാൽ വെരി കോസ്റ്റ്ലിയാണ് അന്നത്തെ സംബന്ധിച്ച്. കാരണം എല്ലാവർക്കും ശമ്പളം വളരെ കുറവല്ലേ. ആ ഒരു കാലഘട്ടത്തിൽ ഇതേ മാർഗ്ഗമുള്ളൂ. പക്ഷേ സാറേ അവിടെ അങ്ങനെ പറയുമ്പോഴേ അന്നത്തെ കാലത്ത് ഇതേപോലുള്ള കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് മറ്റൊരു കാര്യം. അതൊരു സംശയമായിട്ട് അവിടെ നിൽക്കുന്നു. സാറിന് ഓർമ്മയുണ്ടാവുമോ എന്നറിയില്ല. എങ്കിൽ കൂടി ഇത്രയും വിവാദമായൊരു കേസിൽ ഈ സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഉറപ്പുവരുത്തിയാൽ തന്നെ ആ ഡെഡ് ബോഡി കൊണ്ടുവരേണ്ട ആവശ്യകത ഡിപ്പാർട്ട്മെൻറ്റിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് അവിടെ വീഴ്ച സംഭവിച്ചതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ വന്നത്? അത് വീഴ്ചയെന്ന് പറയാനൊക്കെ അന്നത്തെ കാലത്ത്. കാരണം അതിന് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ADGP, IG ഒക്കെ വേണ്ടേ? അത് ഇപ്പം നമ്മൾ അറിയാം, പല കേസുകളും നമുക്കറിയാമല്ലോ. ഇവരാരും റിസ്ക് എടുക്കില്ല. ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരുത്തർ റിസ്ക് എടുത്തിട്ടാണ് പല കേസിനകത്തും പ്രതികളെ കൊണ്ടുവരുന്നതും പോകുന്നതൊക്കെ. അതിനൊരു മേലുദ്യോഗസ്ഥന്മാരെ സപ്പോർട്ടൊന്നും ഒരിക്കലും. അവർ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ആ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ ഇപ്പം ചിന്തിക്കുന്ന പോലെയൊന്നും ഇന്നത്തെ കാലത്ത് വളരെ അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി എല്ലാം. എവിടെയെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഡ് ബോഡി ചീഞ്ഞൊഴുകിയാലും ശരി DNA സംവിധാനങ്ങളുണ്ട്. ആളെ നമ്മൾ ഫിക്സ് ചെയ്യും. അവിടുന്ന് ബോഡി കൊണ്ടുവരുന്നതിനൊക്കെ ഫണ്ടുണ്ടാവും, എമർജൻസി ഫണ്ടുണ്ടാവും. അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. നമ്മൾ അന്നത്തെ കാലവും ഇന്നും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. കാരണം ഇത് 1984 കാലഘട്ടത്തിലൊക്കെയാണെന്ന് വിചാരിച്ചോണം. അപ്പോൾ പറയുന്നൊരു ഫെസിലിറ്റി ഒന്നും അന്നില്ല. ഇന്ന് പറയുമ്പോൾ അത് വിമർശിക്കപ്പെടാം. അന്ന് ഞാൻ അവിടെ എഴുതി ക്ലോസ് ചെയ്തിട്ട് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അല്ല, സാറിന് അത്രയും ഉറപ്പുള്ളതുകൊണ്ടല്ലോ അത് ക്ലോസ് ചെയ്തത്. പിന്നീട് അതിനുശേഷം ഇപ്പോഴൊക്കെ ഇടക്കാലത്ത് ഇങ്ങനെ സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ജീവനോടെ ഉണ്ടെന്നൊക്കെ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് സാറിന് കൃത്യമായ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരാരും ചോദിച്ചില്ലേ ഉറപ്പാണോ അത് നിർത്താലേ എന്നൊന്നും ചോദിച്ചില്ലേ അന്ന്? അതിൻ്റെ അടുത്തൊന്നും എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല. അങ്ങനെ സാധാരണ ആരും ചോദിക്കും. കാരണം അവരൊന്നും വെറ്ററനായ പോലീസ് ഓഫീസർമാരാണെന്നൊന്നും പ്രൂവ് ചെയ്യാത്തവരൊക്കെ തന്നെയാണ്. മേലധികാരികളെല്ലാം അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ തന്നെ. അത് ചോദിക്കാൻ ചിലർക്ക് ഭയമാണ് ഇപ്പോഴും ചില കേസിനെ സംബന്ധിച്ചിടത്തോളം. ഇതിനകത്ത് വളരെയധികം ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് പലരും ഒരാളെ സംശയം വന്നു കഴിഞ്ഞാൽ സുകുമാരക്കുറുപ്പാണെന്ന് പറഞ്ഞ് എഴുതിയിടും. എത്ര പേരെ പോലീസ് അകത്താക്കിയിട്ടുണ്ട്, എത്ര പേരെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു DYSPക്ക് പറ്റി. DYSP അവിടെ 100 കണക്കിന് ടെലഗ്രാമും ലെറ്ററും കിടക്കുന്ന കണ്ട് അതെല്ലാം സോർട്ട് ചെയ്തപ്പോൾ ആസാം ഇതായിരിക്കുന്നു കുറുപ്പ് എന്ന് പറഞ്ഞ് ഒരെണ്ണത്തിന് അത് കുറുപ്പാണ്. അന്നേരം അവിടെ ഒരു മെഡിക്കൽ ലൈനിൽ ഇയാൾ ഒരു ഹോസ്പിറ്റൽ നടന്ന ഒരു ഡോക്ടറെ
അവിടുത്തെ ഈ ആസാമിലൊക്കെ റൂറൽ ഏരിയയിലൊക്കെ അന്ന് മരുന്ന് കിട്ടാനൊക്കെ വലിയ പാടാണ്. അപ്പം ഈ ഡോക്ടർ അവിടെ ഒരു കൺസൾട്ട് ഡോക്ടറാണെന്ന് പറഞ്ഞു, കുറുപ്പ് തന്നെയാണ്, അതുപോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ഇപ്പം ഇതെല്ലാം സോർട്ട് ചെയ്തപ്പോൾ DGP ഉൾപ്പെടെയുള്ളവരെല്ലാം ക്രൈംബ്രാഞ്ച് DGP അത് മാത്രം ഒന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ എനിക്കറിയാം അതൊന്ന് ഞാൻ അതിൽ നിന്ന് വിട്ടുമാറി. അപ്പം വേറെ കുറുപ്പെന്ന് രാമേന്ദ്രക്കുറുപ്പ്, ഒരു കുറുപ്പെന്ന് പറഞ്ഞ ഒരു എൻ്റെ സീനിയർ USP 2 പോലീസുകാരൂടെ ആസാമിൽ പോയി അവർ പറഞ്ഞ സ്ഥലം ലൊക്കേറ്റ് ചെയ്തു. അന്ന് STD ഉള്ളൂ. അവിടുന്ന് വിളിച്ച് DGPയുടെ അടുത്ത് പറഞ്ഞ് പറഞ്ഞ അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവർ അവിടെ ചെന്ന് ആ ഡോക്ടറെ അടുത്ത് ഒരു പോലീസുകാരനും ഈ SI നമ്മുടെ DYSP കൂടെ ചെന്ന് കയറിയപ്പോഴേ അയാൾക്ക് മനസ്സിലായി ഇത് മലയാളികളാണെന്ന്. ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അയാൾ പറഞ്ഞ് അയാൾ മലയാളിയാണെന്നൂടെ പറഞ്ഞു. അത് കുറുപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ നിൽക്കുന്നത്. അന്നേരം ചോദിച്ച് വന്നു കഴിഞ്ഞപ്പം സാറിൻ്റെ വീട് എവിടെയാണ്? വൈക്കം അമ്പലത്തിൻ്റെ പുറകിലാണ്, മലയാളിയാണ്, ഇവിടെ ഞാൻ ഡോക്ടറാണ്, ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് അയാൾക്കൊരു സംശയം, ഇത് പോലീസ് ഓഫീസറാണോ എന്ന്. അയാൾ ഒരു മുറിയേ ഉള്ളൂ, 2 മുറിയേ ഉള്ളൂ, 2 നഴ്സുമാരും ഉള്ളൂ, വേറെ കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. അയാൾ സാറേ ഇവിടെ ഇരിക്കും, ഞാൻ ഒന്ന് മൂത്രം ഒഴിക്കട്ടെ എന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് ഇവർ 1 മണിക്കൂർ ഇയാളെ കണ്ടില്ല. ഇയാൾ പുറത്തെ മതിൽ ചാടിപ്പോയി. അത് വലിയ വാർത്തയായി, വലിയ പ്രശ്നമായി. ഇതുങ്ങൾ സസ്പെൻഷൻ ആകുമെന്ന് വിചാരിച്ച് DYSP പോലീസുകാർ നേരെ വൈക്കം അമ്പലത്തിൻ്റെ പുറകിൽ ഇയാളൊരു വീട് പറഞ്ഞിട്ടുണ്ട്. അതാണ് കുടുംബ വീട്. രാത്രി അവിടുത്തെ പോലീസിനെ കൊണ്ട് ആ വീട് വളഞ്ഞു നോക്കിയപ്പോൾ വീടിനകത്ത് ഇരിപ്പുണ്ട്. ഇത് നടന്ന സംഭവമാണ്. ഇത് എന്തുമാത്രം അനുഭവങ്ങളാണ്. അന്ന് ഞാനെന്തിനാണ് ഓടിയത്? സാറേ ഞാൻ ഈ ചില ഫാർമസിയൊക്കെ പഠിച്ചിട്ടുണ്ട്, അവിടെ ഡോക്ടറായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ പോലീസാണ്, സാറിൻ്റെ മീശയൊക്കെ കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് മുങ്ങി, എന്നെ അറസ്റ്റ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട്. ഇത് റിപ്പോർട്ടർ കേസാണ്, ഇതിൻ്റെ കേസ് ഡയറിക്കകത്ത് കാണുമെന്ന് മിക്കവാറും. ഇത് ഇങ്ങനെ എന്തുമാത്രം അനുഭവങ്ങളാണ്. അതുപോലെ നയനായിരുന്ന സമയത്ത് എന്നെ കുറുപ്പാന്ന് പറഞ്ഞ് കുറേ ഞാൻ ഓടി. അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയായ സമയത്ത് കുറുപ്പിന് വൈരാഗ്യമുള്ളവർ കഴിഞ്ഞാൽ അന്ന് അവർ രാഷ്ട്രീയക്കാരായ അവർ കുറുപ്പിനെ പോലെ ഇരിക്കുന്നു എന്ന് എവിടെയെങ്കിലും ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച് പൊതി വരുത്തുമ്പോൾ നമുക്ക് കുറുപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര പേര്, ഞാൻ എത്ര സ്ഥലത്ത് പോയിരിക്കുന്നു. അപ്പം ഈ കുറുപ്പിനെ കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്നുമുണ്ട്. അതുകൊണ്ട് കുറുപ്പ് ഒരു 200 വർഷമെങ്കിലും മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് ഈ സുകുമാരക്കുറുപ്പിൻ്റെ കേസ് എഴുതിയ പുസ്തകത്തിൽ എനിക്ക് വായിച്ച ഓർമ്മയാണ്, ഒരു സിസ്റ്റർ ഒരു ലെറ്റർ അയച്ചല്ലോ, അവസാനം ഈ ജോഷിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് അങ്ങനെയാണല്ലോ, ജോഷിയാണ് കുറുപ്പ് എന്നുള്ളത്. ആ സംഭവം എങ്ങനെയായിരുന്നു? ആ സിസ്റ്ററിൻ്റെ ലെറ്റർ കിട്ടുന്നത് എങ്ങനെയാണ്? അവിടെ പോയത് എങ്ങനെയാണ്? അത് അവിടെയാണ് തുടക്കം. കാരണം അങ്ങനെ 100,000 ലെറ്റർ ഇങ്ങനെ മല പോലെ കിടക്കുകയാണ്. അത് ഇങ്ങനെ അവസാനം ഞാൻ അവിടെ 2ാമത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സോർട്ട് ചെയ്യാൻ തുടങ്ങി. 2-3 പോലീസുകാരെ എഴുതി വായിച്ച് നോക്കിയിട്ട് സംശയമുള്ള ലെറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞപ്പം ഈ ലെറ്റർ കണ്ടു. കുറുപ്പിൻ്റെ വീടിനടുത്തുള്ള ഒരു ലേഡിയാണ് അവർ ബീഹാറിലെ നേഴ്സാണ്. അവർ ആ ലെറ്റർ അയച്ചിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്നേരമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അത് വെച്ച് ഞാൻ പോയി. അങ്ങനെയാണ് അവിടെ പോയത്. അവസാനം അന്നേരമാണ് അവർ കണ്ട അവിടുത്തെ അഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞപ്പം ആ രീതി. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ ട്രെയിന് ജില്ലാ ക്യാപിറ്റലിൽ ഏതെങ്കിലും ജില്ലയുടെ ക്യാപിറ്റലിൽ ട്രെയിൻ സഞ്ചരിക്കുന്ന ആ ട്രെയിനിൽ കയറിയേ പോവുള്ളൂ. ചുമ്മാ യാത്രയാണ്. അതിൻ്റെ കാരണം പൈസയൊന്നുമില്ല. അവിടെ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും ഈ ജില്ലാ ആശുപത്രിയിൽ. ഈ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും നമുക്ക് ജില്ലാ ആശുപത്രിയോട് ചേർന്ന് ഇവരെ കാണാൻ ഒക്കുള്ളൂ. അത് കുറുപ്പിന് അറിയാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ഇയാളുടെ കയ്യിരിക്കുന്ന ഷീറ്റ് കാണിക്കും, അവിടെ അഡ്മിറ്റ് ആവും, ICUവിനകത്ത് കയറ്റും. പലരും ഓപ്പറേഷൻ താൻ ഒരു കാലത്തും ജീവിക്കില്ല, തനിക്കൊരു ഓപ്പറേഷൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യാം, ഇയാൾ സാമിയല്ലേ, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഇയാൾ പറയുന്ന ആശുപത്രി കിടന്നാൽ അവിടെ മുട്ട കിട്ടും, ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. അങ്ങനെയാണ് ഇയാൾ പല ആശുപത്രിയും കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ അവിടുത്തെ ആൾക്കാരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ലേഡി ഐഡൻറ്റിഫൈ അവിടെ മുതൽ ഞങ്ങൾ തുടങ്ങി. അന്നേരമാണ് മനസ്സിലായത് ഇയാൾ കള്ള അഡ്രസ്സിലാണ്, ജോഷി എന്ന പേരിലാണ് ഇയാൾ ആശുപത്രിയിലെല്ലാം കിടക്കുന്നതെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ പിന്നോട്ട് പോയി പല സ്ഥലങ്ങളിലോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 7-8 ഹോസ്പിറ്റലിൽ ഇയാൾ ജോഷി എന്ന് പറഞ്ഞ പേരിൽ കിടക്കുന്നത്. അത് മധ്യപ്രദേശ് മുതൽ തുടങ്ങുന്നത്, മധ്യപ്രദേശ്, ബീഹാർ, ഒറീസ, അതുപോലെ തന്നെ കൽക്കട്ട, അങ്ങനെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആശുപത്രിയിലൊക്കെ ഇയാൾ കിടന്നിരിക്കുന്നു. അപ്പം ഈ ട്രെയിനിൻ്റെ ഈ ജില്ലാ ക്യാപിറ്റലിൽ ടച്ച് ചെയ്യുന്ന ട്രെയിനിൽ മാത്രമേ യാത്രയുള്ളൂ. അവിടെയുള്ള ഹോസ്പിറ്റലിൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഏകദേശം 12ഓളം ഹോസ്പിറ്റലിൽ, ഞാൻ ആ കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, 12 ആശുപത്രികളിൽ ഇയാൾ ഹാർട്ട് പേഷ്യൻ്റായിട്ട് തന്നെ കിടന്നിരിക്കുന്നത്. അങ്ങനെ കിടന്നതിൽ ഒരു സ്ഥലത്ത് അത് കണ്ടീഷൻ മോശമായപ്പോഴാണ് ഇയാളുടെ വീടിനടുത്തുള്ള അവരുടെ പേരെനിക്കൊന്ന് രത്നകുമാരി എന്താണെന്ന് എൻ്റെ ഒരു ഓർമ്മ, അവരാണ് കണ്ടിരിക്കുന്നത്. അവരെ പോയി ക്വസ്റ്റ്യൻ ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു. അതാണ് ജോഷി കുറുപ്പാണെന്ന് ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നത്.
കാരണം അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഹൈപ്പോത്തിക്കേഷനിലല്ല, അവരെ കണ്ട് ചോദിച്ചു. അത് 2 വർഷം അവർ ഈ കുറുപ്പാണെന്ന് അറിഞ്ഞപ്പം, കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ കുറുപ്പിനെ വാണ്ടഡാണ്, ഇവിടെ ആൾക്കാർ കൂടും. പക്ഷേ ബീഹാറിലൊക്കെ ഈ ധാരാളം കുറുപ്പന്മാർ ഇതുപോലെയുണ്ട്. അവിടെ അവിടുത്തെ പോലീസിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ വാണ്ടഡാണ്, ഇയാളെ അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ട് അന്ന് സംവിധാനം വേറെ ഒന്നുമില്ല, ഫോണൊന്നുമില്ല. അവരിനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുഴപ്പത്തിലാവുമെന്ന് പേടിച്ചിട്ട് അവിടുത്തെ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ പോലീസ് വന്നു. ഇയാൾ ICUവിൻ്റെ മുമ്പിൽ ഒരു 2 ദിവസം 2 പോലീസുകാർ നിന്നെന്ന് പറഞ്ഞു. കേരളത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരും എന്ന് പറഞ്ഞു. പിന്നെ അവരെ കണ്ടിട്ടില്ല. പിന്നെ 2 വർഷത്തിന് ഒരു അനക്കമില്ല. ഇയാൾ സംശയം തോന്നിയപ്പം, ഈ സ്ത്രീയെ കണ്ടപ്പം പോലെ അയാൾക്ക് സംശയം തോന്നി. അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞ് അയാൾ ചാടിപ്പോവുകയും ചെയ്തു. അയാൾക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അവർ അവസാനം കാണുന്ന ആ 3-4 വർഷം അക്യൂട്ട് ഹാർട്ട് പേഷ്യൻ്റാണ്, എവിടെയെങ്കിലും വീണ് മരിക്കുകയുള്ളെന്ന് എല്ലാം ആ ഡോക്ടർമാരും ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ICUവിൻ്റെ ചാർജുള്ള ഹാർട്ടിൻ്റെ ഡോക്ടർമാരെ ഞങ്ങൾ ഇയാളെ ഫോട്ടോ കൊണ്ട് കാണിച്ച് ഇത് തന്നെ ആളെന്ന് അതും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടർമാരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആ കേസ് ഡയറി കിടപ്പുണ്ട്. അതുകൊണ്ട് അതൊന്ന് റീഓപ്പൺ ചെയ്യാൻ ഇനി ആരെക്കൊണ്ട് സാധിക്കില്ല. കാരണം അത്ര എവിഡൻസ് അതിനകത്തുണ്ട് മരിച്ചുപോയെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് അത് പോന്നിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ആരോ എനിക്ക് പൊടി തട്ടിയെടുത്തെന്ന് അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആരും നോക്കിക്കാണും. അങ്ങനെയാണ് കുറിപ്പ് വീണ്ടും സജീവമായെന്ന് എനിക്ക് തോന്നുന്നു.